അസ്സലാമു അലൈക്കും. അതായത് സൂറത്തുൽ ഫാത്തിഹയിൽ സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം എന്ന് പറഞ്ഞിട്ട് നിർത്തി ഓതുന്നത് ആസിമിന്റെ ഓത്ത് അനുസരിച്ച് പാടില്ല എന്നുള്ള ഒരു ഇത് കേട്ടു. അതായത് മിഷാരി ഓതുന്ന അവിടെ നിർത്തിയിട്ട് അത് അവിടെ തെറ്റുണ്ടെന്ന് പറയുന്ന ഒരു വീഡിയോ കാണുകയുണ്ടായി. അപ്പോ നമ്മളുടെ ഓത്തിന്റെ അനുസരിച്ച് അവിടെ നിർത്താതെ ഓതണോ അല്ല നിർത്തി ഓതുന്നത് തെറ്റാണോ എന്നുള്ളതൊന്ന് അറിയാം. അതായത് ഷെയ്ഖ് മഷാരി വലിയ പ്രസിദ്ധരായ ഖുറാകളുടെ മുമ്പിൽ, വലിയ പണ്ഡിതന്മാരുടെ മുമ്പിൽ വെച്ച് ഓതുന്ന സംഭവമാണത്. അതെങ്ങനെ ഓതിയപ്പം അവിടെ വഖഫ് ചെയ്തു. വഖഫ് ചെയ്തപ്പോൾ അദ്ദേഹം ഉടനെ തന്നെ ഷെയ്ഖ് ചോദിക്കുന്നു, ഏത് റിവായത്ത് പ്രകാരമാണ് താങ്കൾ ഓതുന്നത് എന്ന് ചോദിച്ചു. അപ്പോ ഞാൻ റിവായത്ത് ഹഫ്സ് എന്ന് പറഞ്ഞു. ഉടനെ തന്നെ അദ്ദേഹം രണ്ടാമത് ആയത്ത് വഖഫ് ചെയ്യാതെ ആവർത്തിച്ച് ഓതുകയും ചെയ്തു. എല്ലാവരും കണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ്. ശരിയാണ്, നമ്മൾ ഓതുന്ന മുസാഫിൽ നമ്മൾ മറിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ഒന്നാമതായി ഖുർആന്റെ പുറത്ത് എഴുതിയിട്ടുണ്ടാവും എന്ന് നമ്മൾ ഓതുന്ന മുസാഫിൽ എഴുതിയിട്ടുണ്ട്. ഈ ആസിമിന്റെ ഖിറാഅത്തിന് ഹഫ്സിന്റെ റിവായത്ത് പ്രകാരമുള്ള ഈ പരിശുദ്ധ ഖുർആനിൽ 7 വചനങ്ങളായ സൂറത്തുൽ ഫാത്തിഹയെ എണ്ണിയിട്ടുള്ളത് സൂറത്തുൽ ബിസ്മി ഒരു വചനമാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നത് 2ാമത്തെ വചനമാണ്. അർറഹ്മാനിർ റഹീം എന്നത് 3ാമത്തെ വചനം. അങ്ങനെ സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ എന്നത് എന്താണ്? ഇതാണ് ഈ നമ്മുടെ മുസാഫിൽ എണ്ണത്തിൽ സ്വീകരിച്ച നിലപാട്. എണ്ണം എന്നത് ഒരു വലിയ ഇൽമാണ്. ഇൽമു അദ്ദിൽ ആയി, അക്ഷരങ്ങളുടെ ആയത്തുകളുടെ എണ്ണം സൂചിപ്പിക്കുന്ന, അതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന ഒരു വിജ്ഞാന ശാഖ തന്നെ വേറെയാണ്. ഇൽമുൽ ഖിറാഅത്ത് വേറെ, ഇൽമു തജ്വീദ് വേറെ എന്നതുപോലെ ഇൽമു അദ്ദിൽ ആയി. അപ്പൊ അതില് പല വീക്ഷണക്കാരുണ്ട് എന്നുള്ളതാണ് ഖുർആന്റെ ആയത്തുകൾ എണ്ണിയ വീക്ഷണങ്ങൾ. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഒരുപാട് മദ്ഹബുകൾ ആ വിഷയത്തിലുണ്ട്, പല രൂപത്തിലും. വലം യലിദ് വലം യൂലദ് ഒറ്റായത്താണ് നമ്മുടെ റിവായത്ത് പ്രകാരം നമ്മൾ സ്വീകരിച്ച ഗണന അനുസരിച്ച്. എന്നാൽ അവിടെ ലം യലിദ് എന്നത് ഒരായത്താണ്, വലം യൂലദ് എന്നത് മറ്റൊരായത്താണ്. സൂറത്ത് ഷംസിലാണെങ്കിൽ ഫകദ്ദബൂഹു ഫഅഖറൂഹാ ഫദംദമ അലൈഹിം എന്ന് ഒറ്റ വചനമാണ്. എന്നാ വേറെ ഗണന അനുസരിച്ച് ഫകദ്ദബൂഹു ഫഅഖറൂഹാ എന്ന് അവിടെ ആയത്ത് അവസാനിക്കുന്നു. ഫദംദമ അലൈഹിം എന്നത് മറ്റൊരു സ്വതന്ത്രമായ മറ്റൊരായത്ത്. അങ്ങനെ എണ്ണത്തിൽ വ്യത്യസ്ത വീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊരു വിഷയം. ഇനി ഷെയ്ഖ് ഇബ്നു ഉസൈമീനൊക്കെ വളരെ വ്യക്തമായി സൂചിപ്പിച്ച ഒരു കാര്യം, ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഖസംതു സ്വലാത ബൈനി വബൈന അബ്ദി നിസ്ഫൈനി എന്ന് പറഞ്ഞ ഹദീസ്, ഖുദ്സിയായ പ്രസിദ്ധമായ ഹദീസ്. നമസ്കാരത്തെ ഞാൻ എന്റെയും അടിമയുടെയും ഇടയിൽ 2 പാതിയായി വിഭജിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഹദീസ്. അല്പം ദീർഘിച്ച ഹദീസാണ്. എന്റെ അടിമ അൽഹംദുലില്ലാഹ്, അവിടെ അസ്സലാത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫാത്തിഹ ആണ് കേട്ടോ, അത് മനസ്സിലാക്കണം. സൂറത്തുൽ ഫാത്തിഹ ആണ് അവിടെ ഉദ്ദേശിച്ചത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് എന്റെ അടിമ പറഞ്ഞാൽ ഹമദനി അബ്ദി, എന്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു പറയും. അങ്ങനെ ഓരോ വചനത്തെ കുറിച്ചും അള്ളാഹു അസ്നാ അലയ്യ അബ്ദി, മജ്ജദനി അബ്ദി, അല്ലെങ്കിൽ എന്റെ അടിമ പുകഴ്ത്തിയിരിക്കുന്നു, എന്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു. അപ്പൊ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നത് ഒരു വചനം. അർറഹ്മാനിർ റഹീം എന്നത് 2ാമത്തെ വചനം.
മാലിക് യൗമിദ്ദീൻ എന്നത് മൂന്നാമത്തെ വചനം. ഇത് മൂന്നും അള്ളാഹുവിനെ പ്രശംസിക്കുവാനും സ്തുതിക്കുവാനും പുകഴ്ത്തുവാനുമുള്ള വചനങ്ങൾ. ഇത് അള്ളാഹുവിനുള്ളത്. എന്റെയും എന്റെ അടിമയുടെയും ഇടയിൽ രണ്ട് പകുതിയാണ് വിഭജിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞത് ആദ്യത്തെ മൂന്നെണ്ണം എനിക്കുള്ളത്. പിന്നീട് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് അടിമ പറഞ്ഞാൽ അള്ളാഹു പറയും ഹാദാ ബൈനി വബൈന അബ്ദി, ഇതെന്റെയും എന്റെ അടിമയുടെയും ഇടയിലുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഉടമ്പടിയാണ്. എന്റെയും എന്റെ അടിമയുടെയും ഇടയ്ക്കുള്ള ഉടമ്പടിയാണ്. എന്താണ്? ഞങ്ങൾ നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം തേടുന്നു എന്ന ഉടമ്പടി അള്ളാഹുവിന്റെ മുമ്പിൽ വെച്ച് നിർവഹിക്കും. പിന്നീട് ഉള്ളത് അടിമ തനിക്ക് വേണ്ടി തേടുന്നതായ പ്രാർത്ഥനകളാണ്. അത് 3 വചനമാണ്. അതെങ്ങനെയാ 3 വചനം? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. ഇത് പറയുമ്പോ അള്ളാഹു പറയും ഇതെന്റെ അടിമക്ക് ഉള്ളതാണ്, അവൻ ചോദിച്ചത് അവനുണ്ട്. ശേഷം സിറാത്തല്ലദീന അൻഅംത അലൈഹിം, 6-ാമത്തെ വചനം, അതും പറയുമ്പോൾ അള്ളാഹു പ്രതികരിക്കും ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്നത് 7-ാമത്തെ വചനം. അപ്പോഴാണല്ലോ 2 പകുതിയാകുന്നത്. ആദ്യത്തെ 3 അള്ളാഹുവിനുള്ളത്, അവസാനത്തെ 3 അടിമക്കുള്ളത്. അതിനിടക്ക് ഒരു ഉടമ്പടി വചനം, പ്രതിജ്ഞാവചനം, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നത്. അപ്പൊ ഇങ്ങനെ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് 7 വചനങ്ങൾ ഇപ്രകാരമാണ്, ബിസ്മി വചനമായി വരികയില്ല എന്നതാണ്. അപ്പോ സിറാത്തല്ലദീന അൻഅംത അലൈഹിം എന്നത് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ, ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ വഖഫ് ചെയ്യാം ന്യായമായി. ഇതൊരു വിഷയം. രണ്ടാമത്തെ വിഷയം എന്താണ്? വലൈസ ഫിൽ ഖുർആനി മിൻ വഖഫിൻ വജബ് വലാ അറാ മിൻ ഗൈരി മാ ലഹു സബബ് എന്ന് ഇമാം ഇബ്നുൽ ജസരി റഹിമഹുല്ലാഹ് പറയുകയുണ്ടായി. ഖുർആനിൽ നിർബന്ധമായതോ ഹറാമായതോ ആയ ഒരു വഖഫും തന്നെ ഇല്ല അതിനൊരു കാരണം ഉണ്ടായിട്ടല്ലാതെ എന്ന്. ഈ തത്വത്തിന്റെ, നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ആശയ വൈകല്യം വരാത്ത വിധത്തിൽ നമുക്ക് എവിടെയും വഖഫ് ചെയ്യാം. അപ്പൊ അടിസ്ഥാനത്തിൽ സിറാത്തല്ലദീന അൻഅംത അലൈഹിം വഖഫ് ചെയ്ത് ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്ന് അടുത്ത ബാക്കിയായി ഓതാവുന്നതാണ്. അതിന് ഒരു വചനമായി ഗണിച്ചാലും 2 വചനമായി ഗണിച്ചാലും അവിടെ വഖഫ് ചെയ്യുന്നത് കൊണ്ട് തജ്വീദ് നിയമപ്രകാരം തെറ്റില്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഹഫ്സിന്റെ റിവായത്ത് പ്രകാരം അത് ഒരു വചനമാണ്. ആ അടിസ്ഥാനത്തിൽ ഒറ്റ വചനം ഒരുമിച്ച് ഓതൽ തന്നെയാണ് ഉത്തമം എന്നത് യാതൊരു സംശയവും. അതാണ് അവിടെ ഷെയ്ഖ് മിഷാരിയെ തിരുത്തി കൊടുത്തതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ. ഉത്തമം ഒരുമിച്ച് ഓതലാണ്. ഈ റിവായത്ത് പ്രകാരമാണ് നാം ഓതുന്നത് എന്നതുകൊണ്ട്. അങ്ങനെ ഓതിയാലോ ഈ ഹദീസിന് എതിരായിട്ടൊന്നും വരുന്നൊന്നുമില്ല. പക്ഷെ അവിടെ ഒരു ആയത്ത് അവസാനിക്കുന്നു ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ എന്നതാണ് പണ്ഡിതന്മാർ, ഫുഖാക്കൾ സൂചിപ്പിച്ചത്. ഷെയ്ഖ് എന്ന് പറഞ്ഞ ഫഖീഹാണ്, ഇൽമുൽ ഖിറാഅത്തിലുള്ള വിഷയമാണ് ഈ പറഞ്ഞത്. അപ്പൊ അതാണ് വ്യത്യാസം. അപ്പൊ അവിടെ ഒരാൾക്ക് വേണമെങ്കിൽ വഖഫ് ചെയ്യാം. ഇനി വഖഫ് ചെയ്യാതെ ചേർത്തോതുകയാണെങ്കിൽ അതിനും കുഴപ്പമൊന്നുമില്ല എന്നതാണ് സൂചിപ്പിക്കുവാനുള്ളത്. ബിസ്മി ഫാത്തിഹയിൽ നിർബന്ധമായി ഓത് തന്നെ വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതുക്കെയാണ് ഓതിയത്. സഹാബികൾ അബൂബക്കറും ഉമറും സഹാബികളൊക്കെയും പതുക്കെ ഓതിയിരുന്നു. ഹംദ് കൊണ്ട് അവർ നമസ്കാരം ആരംഭിച്ചിരുന്നു, ഖിറാഅത്ത് ആരംഭിച്ചിരുന്നു. ഇതൊക്കെ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യങ്ങളാണ്. ഇൻഷാ അല്ലാഹ് മറുപടി വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. ബാറക്കല്ലാഹു ഫീക്. ക്ലിയറായി ബാറക്കല്ലാഹു. ഡോക്ടർ യാസിർ ഓതിക്കോളൂ. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.
قل سيروا في الأرض فانظروا كيف كان عاقبة المجرمين ولا تحزن عليهم ولا تكن في ضيق مما يمكرون ഫീ ضيق അല്ലേ പറഞ്ഞത്? ഒന്നുകൂടി. ولا تكن. ولا تحزن عليهم ولا تكن في ضيق مما يمكرون ويقولون متى هذا الوعد إن كنتم صادقين قل عسى أن يكون ردف لكم بعض الذي تستعجلون റോദീഫ റാ തടിപ്പിച്ച് പറഞ്ഞോളൂ. റോദീഫ റോദീഫ ലക്കും. أن يكون ردف لكم بعض التي تستعجلون ബറക്കല്ലാഹു ഫീക്. ലദീ എന്നുള്ള ലൂസാക്കി ലദീ ഒരു ദാലൂലേക്ക് അടുത്ത് പോകുന്നത് സൂക്ഷിക്കണം. മാഷാ അല്ലാഹ്. ഗംഭീരമാണ്. മാഷാ അല്ലാഹ്. ജസാക്കല്ലാഹു ഖൈർ. ഇനിയും കൂടുതൽ ഭംഗിയായി ഓതാൻ അതനുസരിച്ച് അമൽ ചെയ്യാനും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതാണ് ഹൽക്ക നിർത്തി ഞങ്ങള് രജിസ്റ്റർ ചെയ്യുന്നില്ലേ? വെക്കേഷനിലാണ് പോയി കഴിഞ്ഞു വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ്. ആയിക്കോട്ടെ. ഈ സെപ്റ്റംബറിൽ എക്സാം ഉണ്ട്. അപ്പൊ നമുക്ക് നിർത്താം. ഒന്നുമില്ലാന്ന് തോന്നുന്നു. ഇന്നും പറയാനില്ലാന്ന് തോന്നുന്നു അല്ലേ? നിർത്താം. മുഹമ്മദ് സാഹിബിനൊന്നും പറയാനല്ലോ അല്ലേ? എല്ലാവരും തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട് കുളിക്കലേക്ക് വരാൻ. ജസാക്കല്ലാഹു ഖൈറാ. സല്ലല്ലാഹു വസല്ലം വബാറക അലാ അബ്ദിഹി വറസൂലിഹി വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക്കല്ലാഹ് لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم. السلام ورحمة الله وبركاته. وعليكم السلام ورحمة الله.